വെൽക്കം ബാക്ക് ടു SVG അക്കാദമി. ഇന്ന് നമ്മൾ 10ാമത്തെ ക്ലാസ്സാണ്, പാർട്ട്ണർഷിപ്പിൻ്റെ 10ാമത്തെ ക്ലാസ്. ഓൾറെഡി വി ഹാവ് കംപ്ലീറ്റഡ് വാട്ട് ഈസ് ഫിക്സഡ് ക്യാപിറ്റൽ, വാട്ട് ഈസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ, വാട്ട് ഈസ് കറണ്ട് അക്കൗണ്ട്, everything we have studied. And in the last class we have solved one question also. Today we are going to study what is profit and loss appropriation account. In the previous year we have studied what is profit and loss account. What is profit and loss account? A statement prepared for ascertaining the profit or loss of the statement prepared for finding the profit or loss of the organization. Then what is profit and loss appropriation account? എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? അപ്രോപ്രിയേഷൻ മീൻസ് ഷോയിങ് ദ യൂസേജ്. അപ്രോപ്രിയേറ്റ് ഡിവൈഡ് ചെയ്യുക, അത് തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കാണിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ എങ്ങനെയാണ് പാർട്ട്ണർമാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പാർട്ട്ണർമാർക്കിടയിൽ അത് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് അവർക്ക് ശമ്പളം കൊടുത്തോ, ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണുന്നത് നെറ്റ് പ്രോഫിറ്റോ ലോസോ കാണുന്നത് എന്താണ്? പ്രോഫിറ്റ് ഓർ ലോസ്. ആഫ്റ്റർ ഫൈൻഡിങ് ദി പ്രോഫിറ്റ് ഓർ ലോസ് we will appropriate the profits among the partners for salary, for interest on capital, for interest on drawings and everything. So what is profit and loss appropriation account? Profit and loss appropriation account is an extension of the profit and loss account for showing the appropriation of net profits or net loss of the partnership firm. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ നെറ്റ് പ്രോഫിറ്റിനെയോ ലോസിനെയോ എങ്ങനെയാണ് നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് നെറ്റ് പ്രോഫിറ്റ് വരെ ഓർ നെറ്റ് ലോസ് വരെ എവറിതിങ് ആസ് യൂഷ്വൽ ടു പ്രൊപ്രൈറ്ററി കൺസേൺ ഓർ കമ്പനി. അതിന് ശേഷമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരുന്നത്. അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ടു നെറ്റ് പ്രോഫിറ്റ്, ഇൻകമാണ് കൂടുതലെങ്കിൽ ഇൻകം സൈഡ് ടോട്ടൽ ചെയ്തു, എക്സ്പെൻസ് കുറച്ചു, ബാക്കി വരുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിന് നമ്മൾ എന്ത് എഴുതി? നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അല്ലേ? പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ നമ്മൾ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. പകരം എഗൈൻ ദിസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ബൈഫർക്കേറ്റിംഗ്. Out of this operating profits, we will provide interest on capital, salary, commission and everything. So it is only an extension of the profit and loss account. So the first credit will be, instead of transferring the net profit to capital account from P&L account, we will carry forward it to next account. This is profit and loss appropriation account. അതായത് നെറ്റ് പ്രോഫിറ്റ് P&L അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ എന്നെഴുതി അല്ലേ? അതിന് പകരം ഇവിടെ എഴുതാൻ പോകുന്നത് ബാലൻസ് ക്യാരി ഡൗൺ ഓർ ട്രാൻസ്ഫർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് ബ്രോ ഡൗൺ ഓർ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർഡ് ഫ്രം P&L അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടർച്ചയാണ്, ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആണ്, ക്രെഡിറ്റ് സൈഡ് ഇൻകം ആണ് അല്ലേ? അപ്പോൾ സ്ഥാപനത്തിലേക്ക് എന്തെല്ലാം ഇൻകം വരുന്നുണ്ടോ അതൊക്കെ ക്രെഡിറ്റ് ചെയ്യുക, എന്തെല്ലാം എക്സ്പെൻസ് വരുന്നുണ്ടോ അതെല്ലാം ഡെബിറ്റ് ചെയ്യുക. എന്താണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അത് തന്നെയാണ്, പേര് മാത്രം മാറ്റി ഒരു എക്സെപ്ഷൻ കാണിക്കുന്നു, ചില അപ്രോപ്രിയേഷൻ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒന്നുമില്ല. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഫസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർഡ് ഫ്രം P&L ഓർ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് എന്തായിരിക്കും? ഇനി സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റിന് അല്ലെങ്കിൽ ഇൻകത്തിന് കൂട്ടുന്നത് മാത്രം, എല്ലാ ഇൻകങ്ങളും. അടുത്ത ഇൻകം ഏതായിരിക്കും? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. സ്ഥാപനത്തിലേക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടിയാൽ നിലവിലുള്ള പ്രോഫിറ്റിനെ കൂട്ടും. പ്രോഫിറ്റിനെ കുറയ്ക്കുന്നത് എന്തുണ്ടാവും? സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റിനെ കുറയ്ക്കുന്നത് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സാലറി പെയ്ഡ് ടു പാർട്ട്ണർ, ടു സാലറി, ടു കമ്മീഷൻ. അപ്പോൾ എന്തെല്ലാം കുറയ്ക്കുന്നുണ്ടോ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന ഐറ്റംസ് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഡെബിറ്റ് ചെയ്യുക. ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ടു സാലറി, ടു കമ്മീഷൻ. ഏത് സൈഡ് കൂടുതൽ നോക്കുക? ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റുക, ഡിഫറൻസ് കാണുക. ഡിഫറൻസ് ആണ് നെറ്റ് പ്രോഫിറ്റ്. ആ നെറ്റ് പ്രോഫിറ്റിനെയാണ് നമ്മൾ പാർട്ട്ണർക്ക് അവരുടെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് അവരുടെ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഡെബിറ്റ് സൈഡ് എഴുതും നെറ്റ് പ്രോഫിറ്റ് A, B, C. അവരുടെ റേഷ്യോയിൽ ബാലൻസ് കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിനെ
അവരുടെ റേഷ്യോയിൽ വീതിച്ച് അവരുടെ കറണ്ട് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കോ ക്രെഡിറ്റ് ചെയ്യും. സോ പി ആൻഡ് എൽ അക്കൗണ്ട് ഈസ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ്. എന്തൊക്കെയായിരിക്കും സ്പെസിഫിൻ എൻട്രീസ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും സ്പെസിഫിൻ എൻട്രികൾ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ഫസ്റ്റ് എൻട്രി അല്ലേ? അപ്പൊ എന്തായിരിക്കും അതിന് എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി ഡിഫറൻസ് ഇപ്പോൾ ഉണ്ട്. ആ ഡിഫറൻസിൽ ക്ലോസ് ചെയ്യുന്നത് എന്ത് ചെയ്യണം? ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പി ആൻഡ് അക്കൗണ്ട് ക്ലോസ് ആയില്ലേ? അപ്പൊ എന്താ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ എഴുതുന്നത്. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് എഴുതി എന്താ എൻട്രി? പി ആൻഡ് എൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. സോ പി ആൻഡ് എൽ അക്കൗണ്ട് ഈസ് ക്ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എടുക്കുക, അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇപ്പൊ പ്രോഫിറ്റ് എവിടെ എത്തി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്തി. അപ്പോൾ പി ആൻഡിൽ നിന്ന് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സ്പെസിഫിക് എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. രണ്ടാമത്തെ ക്രെഡിറ്റ് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻകം ആണ്. ഓൾ ഇൻകംസ് ടു ബി ക്രെഡിറ്റഡ്. ഓൾ ഇൻകംസ് ടു ബി ക്രെഡിറ്റഡ്. അപ്പോൾ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലേ? നമ്മൾ എൻട്രി എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് എൻട്രി എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ഓർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് നിൽക്കുന്നുണ്ട് അല്ലേ? ഇൻകം അക്കൗണ്ടാണ്. ഈ ഇൻകം അക്കൗണ്ടിനല്ലേ നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത്. അതായത് പി ആൻഡ് എല്ലിലേക്കോ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കോ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കോ ഒരു എക്സ്പെൻസിനെയോ ഇൻകത്തിനെയോ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ക്ലോസിംഗ് ദാറ്റ് എൻട്രി ബിക്കോസ് ഇറ്റ്സ് എ നോമിനൽ അക്കൗണ്ട്. ദി നോമിനൽ അക്കൗണ്ട് ഈസ് ഓൺലി ഫോർ 1 year. ഇറ്റ് ഇസ് ഓൺലി എ ടെമ്പററി അക്കൗണ്ട് അല്ലേ? ടെമ്പററി അക്കൗണ്ട് എന്താണ്? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോമിനൽ അക്കൗണ്ട് ഈസ് ഓൺലി എ ടെമ്പററി അക്കൗണ്ട്. ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. നമ്മൾ എൻട്രി പാസ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് when the interest is provided on drawings, partners capital account or partners current account debtor to interest on drawings. ഇപ്പൊ നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് ഇൻകം. ദിസ് ഇൻകം ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ആൻഡ് ക്ലോസ്ഡ് ടു വെയർ? ടു പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പൊ ഇൻകം അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് നിൽക്കുന്നത്. ആ ഇൻകം അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ദാറ്റ് ഇൻകം അക്കൗണ്ട് അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് പ്ലേസ് ചെയ്യണം. രണ്ടും ചേർത്താൽ എൻട്രി ആയി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പോസ്റ്റ് ചെയ്താൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇൻകം അക്കൗണ്ട് ക്ലോസ് ആയില്ലേ? ബോത്ത് സൈഡ് ഈസ് ഈക്വൽ, അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. സോ ഇൻകം ഈസ് അഗൈൻ increase. Profit plus interest. Coming to the debit side, we have provided interest on capital. What is the entry for interest on capital? Interest on capital എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. As far as concerned with the partnership firm, the interest given to the partner on capital is an expense. So all expense are debited. So interest on capital account debtor to capital account or current account ഇതാണ് എൻട്രി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. കാരണം അവരുടെ പാർട്ട്ണറുടെ ക്യാപിറ്റലിനെ കൂട്ടും. അതുകൊണ്ടാണ് പാർട്ട്ണറുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തത് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തത്. നൗ ദി എക്സ്പെൻസ് ഈസ് കമ്മിങ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദാറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ടു ബി ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിംഗ് ദി എമൗണ്ട് ടു ദി പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. സോ എക്സ്പെൻസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഗിവ് അൻ ഈക്വൽ എമൗണ്ട് വിത്ത് അൻ ക്രെഡിറ്റ് അല്ലേ? ഗിവ് എ ക്രെഡിറ്റ് എൻട്രി വിത്ത് ദി ഈക്വൽ എമൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ലോസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് മനസ്സിൽ കാണുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ഡെബിറ്റ് സൈഡിൽ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് 1 rupee. ഈ 1 rupee ക്ലോസ് ചെയ്യണമെങ്കിൽ ഒരു 1 rupee ക്രെഡിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഡെബിറ്റ് എവിടെ ചെയ്യും? ഡെബിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ദിസ് ഈസ് ദി സ്പെസിഫിക് എൻട്രി ഫോർ റെക്കോർഡിംഗ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പോസ്റ്റ് ചെയ്താൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡ് എഴുതി ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഹിയർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ്. ദാറ്റ് എക്സ്പെൻസ് ട്രാൻസ്ഫർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. Now on the credit side income is there, profit plus income is there. On the debit side one expense, again profit is reduced. Another expense of the firm, salary. What is the entry?
for salary given to partner. Salary account debtor to partner's capital account or partner's current account. Now salary is debited and salary account is a nominal account. It is showing the debit balance. It is to be transferred to profit and loss appropriation account at the year end. So the salary account is showing the debit balance. For closing the any expense, any account, give an equal credit on the credit side. Draw one salary account on the debit side to partner's capital account or partner's current account. Give a credit on the credit side of the salary account by debiting the profit and loss appropriation account. So what is the specimen entry for salary? First is salary account debtor to partner's capital or partner's current account. Second is for transferring the salary, profit and loss appropriation account debtor to salary. Now salary account is closed. Income is again reduced. Next one is commission. When the commission is payable, commission account debtor to partner's current account or partner's capital account. It is also the commission account is also an expense. It is showing the debit. Draw one commission account, debit side, credit side. Commission account debtor to partner's current account or capital account. Post the entry. Salary account, it is posted to the debit side of the salary commission account to partner's current account or partner's capital account. This commission account is to be closed by giving an equal credit. Then where it is debited to P&L appropriation account. So on the credit side of the commission account by profit and loss appropriation account. Now this commission account is closed. Take the P&L appropriation account, post to the debit side of the profit and loss account to commission. Profit is again reduced. So we have seen interest on capital, commission, salary, interest on drawings. After arranging the net profit or net loss, divide it among the partners in their profit sharing ratio. Whether it is a profit or loss, whatever it is, divide it among the partners in their profit share ratio given in the question. If it is a profit, the credit side will be, credit side of the profit and loss account will be higher. Transfer the amount to the debit side, deduct the expense, interest on capital, salary, commission. What is the rest? It will be divided among the partners in their profit sharing ratio. 2. Net profit transferred to A, B, C, D. Now P&L appropriation account is closed. For transferring the net profit, what is entry? Profit and loss appropriation account debtor to partner's current account or partner's capital account. If it is a loss, the debit side of the P&L appropriation account will be higher. Total the higher side, transfer to the lowest side, find the difference. The difference will be net loss. The net loss will be shared to the partners in their profit sharing ratio, profit or loss sharing ratio. So on the credit side by partner's capital account or partner's current account, divided it. So what will be the entry will be for transferring the net loss? Partner's capital account or partner's current account debtor to profit and loss appropriation account. This is simple. ഇത് നിങ്ങൾ ബൈഹാർട്ട് ഒന്നും പഠിക്കണ്ട, ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമേ ഇല്ല. ഒരു കാരണവശാലും ബൈഹാർട്ട് പഠിക്കരുത്. ഈ ലോജിക്ക് മനസ്സിലായാൽ മതി. പാർട്ട്ണർക്ക് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ കറണ്ട് അക്കൗണ്ട് അല്ലേ? അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യണം. എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് വന്നു, ക്രെഡിറ്റ് വന്നു, അക്കൗണ്ട് ഇസ് ക്ലോസ്ഡ്. P&L appropriation account പ്രോഫിറ്റ് കുറഞ്ഞില്ലേ? നെക്സ്റ്റ് ഈ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ കറണ്ട് അക്കൗണ്ട്. ക്യാപിറ്റൽ കൂടി, കാരണം നമുക്ക് ശമ്പളം കൊടുക്കണം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. സാലറി എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് വന്നു. This debit should be transferred to P&L appropriation account for closing the nominal account. Profit and loss appropriation account debtor to salary. Salary account is closed. Profit is again reduced. Commission account debtor to partner's capital account or current account. This is the first entry. For closing the commission account, debit profit and loss appropriation account, credit to commission account. Profit and loss appropriation account debtor to commission. For dividing the profits, debit the profit and loss appropriation account and credit to partner's capital account or current account. Profit and loss appropriation account debtor to partner's capital account or current account. For providing interest on drawings, the entry will be partner's capital account or current account debtor to interest on drawings. For closing that income account, debit the income account and credit the P&L appropriation account. Interest on drawings account debtor to profit and loss appropriation account. If any loss is in P&L appropriation account,
debit partner's capital account because their capital is reducing. The liability reduced must be debited. Liability കുറയുന്നതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുക. So partners capital account or partners current account letter to profit and loss appropriation. This is the specimen entries of profit and loss appropriation. So we have studied what is profit and loss account, what is profit and loss appropriation account, what are the specimen entries passed in profit and loss appropriation account. On the next class, we will solve some questions relating to profit and loss appropriation account. അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോകളും കാണുക. എല്ലാ വീഡിയോ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളുടെ 10ാമത്തെ ക്ലാസ് ആണ്. ഇത് കാണുന്നതിന് മുമ്പായിട്ട് ഇതിന് മുൻപുള്ള എല്ലാ വീഡിയോകളും കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.